നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 7 ശനി. ഇന്ന് ബലിപെരുന്നാൾ. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ മുസ്ലിം സമൂഹം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും. തുടർന്ന് പരസ്പര ആശംസകൾ കൈമാറി പെരുന്നാൾ പരസ്പരം സ്നേഹത്തിന്റെ ആഘോഷമാക്കും. ഹജ്ജ് തീർത്ഥാടനം സുപ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. വ്യാപാര യുദ്ധം അടക്കമുള്ള രാജ്യാന്തര പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കുതിപ്പേകാൻ അടിസ്ഥാന പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് പണനയസമിതി 0.5% കുറവ് വരുത്തി. ഇതോടെ റിപ്പോ നിരക്ക് 5.5%. അടുത്ത 2 മാസത്തേക്ക് ഭവന വാഹന വ്യക്തിഗത വായ്പയുടെ പലിശ കാര്യമായി കുറയാൻ തീരുമാനം വഴിയൊരുങ്ങും. വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് കാലയളവോ കുറയാം. പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ഇതിന് ആനുപാതികമായി കുറഞ്ഞേക്കും. പുതിയ നിക്ഷേപങ്ങൾക്കും നിലവിലുള്ളത് പുതുക്കുമ്പോഴുമാണ് വർദ്ധിച്ച നിരക്ക് ബാധകമാകുന്നത്. പട്ടയഭൂമിയിലെ 1500 ചതുരശ്ര അടി വരെയുള്ള വീട്, കടമുറി തുടങ്ങിയവ ഫീസില്ലാതെ ക്രമപ്പെടുത്താൻ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഭൂപതിവ് ചട്ട ഭേദഗതി കരട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകരിച്ചു. കൃഷിക്കായി പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളും ക്രമപ്പെടുത്തും. അപേക്ഷിച്ചാൽ 90 ദിവസത്തിനകം പരിശോധനയില്ലാതെ ക്രമപ്പെടുത്തി നൽകുന്ന തരത്തിലാകും ചട്ടഭേദഗതി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുകെട്ടിടങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷം ഫീസില്ലാതെ ക്രമപ്പെടുത്തും. പട്ടയഭൂമികളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകാൻ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട്. 65 ക്വാറികളാണ് പട്ടയഭൂമികളിൽ പ്രവർത്തിച്ചിരുന്നത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇവ പ്രവർത്തനം നിർത്തി. അതേസമയം പുതിയ ക്വാറികൾ ആരംഭിക്കാൻ അനുവാദം നൽകാനാവില്ല. KPCC മുൻ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള വിടവാങ്ങി. കളങ്കമില്ലാത്ത ജീവിതശൈലിയിലൂടെ കേരളത്തിലെ കോൺഗ്രസിന്റെ തണലും തെന്നലുമായിരുന്ന KPCC മുൻ പ്രസിഡന്റ് തെന്നല G. ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഇന്നലെ 11-ന് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രക്താർബുദ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ 10:30 വരെ നെട്ടയത്ത് വീട്ടിലും തുടർന്ന് KPCC ആസ്ഥാനത്തും കിഴക്കേക്കോട്ട അയ്യപ്പ സേവാ സംഘത്തിലും പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 1-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. 24 മണിക്കൂറിനിടെ 498 കേസുകൾ സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 5364 കേരളത്തിലുൾപ്പെടെ 4 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും അധികം കോവിഡ് ബാധിതർ കേരളത്തിലാണ്. കേരളത്തിൽ ഇന്നലെ 192 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആശുപത്രികളിൽ കോവിഡ് പടർന്നു പിടിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർക്ക് നിർദ്ദേശം. ഇതിന്റെ ഭാഗമായാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ പനിയും മറ്റ് ലക്ഷണങ്ങൾ ഉള്ളവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആരോഗ്യ ഡയറക്ടർ ആവശ്യപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ജമ്മു കാശ്മീരിലെ ചെനാവ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമായ ആൻജി പാലവും ഉദ്ഘാടനം ചെയ്തു. ഇവ ഉൾപ്പെടെ മൊത്തം 46,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് ജമ്മു കശ്മീരിലെ കട്രയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചത്. ഈലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ സേവനം നൽകാൻ കേന്ദ്ര ടെലികോം വകുപ്പ് അനുമതി നൽകി. ടെലികോം വകുപ്പിന്റെ GMPCS ലൈസൻസാണ് ലഭിച്ചത്. ബഹിരാകാശ വകുപ്പിന്റെ കീഴിലുള്ള റെഗുലേറ്ററി ഏജൻസിയായ ഇൻസ്പേഴ്സിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ പ്രവർത്തനം ആരംഭിക്കാം. കാനഡയിൽ ഈ മാസം നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് ഫോണിലൂടെ മോദിയെ ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് മോദി പറഞ്ഞു. UN രക്ഷാസമിതിയിൽ 2 വർഷത്തേക്ക് താൽക്കാലിക അംഗത്വം നേടിയ പാകിസ്ഥാൻ ഭീകരവിരുദ്ധ സമിതി അടക്കമുള്ളവയിൽ പ്രധാന പദവികൾ വഹിക്കുന്നത് ആഗോള ചർച്ചയാകുന്നു. ഭീകരരെ പോറ്റി വളർത്തുന്ന രാജ്യമെന്ന കുപ്രസിദ്ധി നിലനിൽക്കെയാണ് രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ സമിതി ഉപാധ്യക്ഷ സ്ഥാനത്ത് പാകിസ്ഥാൻ എത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരെയുള്ള ഉപരോധം സംബന്ധിച്ച സമിതിയുടെ ഇക്കൊല്ലത്തെ അധ്യക്ഷ പദവിയും പാകിസ്ഥാനാണ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ പങ്കിന് മറുപടിയായി ഇന്ത്യ സൈനിക നടപടി സ്വീകരിച്ചതും പിന്നാലെ ഇന്ത്യ-പാക് സംഘർഷമുണ്ടായതും ആഴ്ചകൾക്ക് മുമ്പാണെന്നിരിക്കെ ഭീകരവിരുദ്ധ പോരാട്ടവുമായി പാകിസ്ഥാനെ ബന്ധിപ്പിക്കുന്നത് തന്നെ വൈരുദ്ധ്യമാണെന്ന് ഇന്ത്യയുടെ നിലപാട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന വഖഫ് സ്വത്തുക്കൾക്ക് 17 അക്ക സവിശേഷ ID ലഭ്യമാക്കും. അക്കങ്ങളും അക്ഷരങ്ങളും ചേർത്തുള്ള ഈ ID ഉപയോഗിച്ചായിരിക്കും ഇനി വഖഫ് സ്വത്തുക്കൾ തിരിച്ചറിയുക. വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷനുള്ള ഉമീദ് പോർട്ടലിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ധർമ്മപുരിയിൽ വാഹനാപകടം.
നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുടെ പിന്നിലിടിച്ച് ഷൈനിന്റെ പിതാവ് CP ചാക്കോ അന്തരിച്ചു. ഷൈനിന്റെ ഇടത്തോളിന് സാരമായ പരിക്കേറ്റു. അമ്മയ്ക്കും സഹോദരനും ഡ്രൈവർക്കും പരിക്കുണ്ട്. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.